പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നൊരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാനും കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓരോരോ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളെ, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഇന്ന് രാത്രി കാലത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വചനം വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നോട് സംസാരിച്ച നാദമെന്തെന്ന് കാൺമാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊന്നിലവിളക്കുകളെയും നിലവിളക്കുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണഗ്നിജ്വാലയ്ക്കൊത്തതും ഉലയിൽ ചുട്ട് പഴുപ്പിച്ച വെള്ളോട്ടും സാദൃശ്യവും അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെയും ആയിരുന്നു. അവൻ്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായുത്തുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകൾ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ വായിച്ചതായ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചല്ലോ. നമ്മൾ 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് 1-ാം അധ്യായം 10 വായിക്കുന്നുണ്ട്. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിഷനായി, നീ കാണുന്നത് ഒരു പുസ്തകത്തിലെഴുതി. അപ്പോൾ എഴുതാൻ പറഞ്ഞു. പിന്നെ നമ്മൾ അതിനകത്ത് അതിൻ്റെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ഈ വെളിപ്പാട് പുസ്തകം എഴുതിയത് നമുക്കറിയാം യോഹന്നാനാണ്. യോഹന്നാൻ പത്മോസിൻ്റെ ദ്വീപിലായിരുന്നപ്പോൾ ദൈവിക ദർശനം പ്രാപിച്ച് എഴുതിയതായ ദൈവത്തിൻ്റെ വചനമാണിത്. ഇതൊരു വെളിപ്പാടാണ്. വെളിപ്പാടെന്ന് പറഞ്ഞാൽ മറ നീക്കി കാണിക്കുന്ന അതാണ് വെളിപ്പാടിനെ കുറിച്ച് പറയുന്നത്. നമുക്കിതിനകത്തറിയാം ഇതിൻ്റെ ചരിത്രത്തിലൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നത് ഇതിൻ്റേതായ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഡൊമേഷ്യൻ ചക്രവർത്തിയാണ് ഈ യോഹന്നാനെ നാട് കടത്തപ്പെട്ടത്. അതായത് ഈ പത്മോസിൽ പോകാൻ മുഖാന്തരവും ഈ ഡൊമേഷ്യൻ ചക്രവർത്തിയാണ്. ഡൊമേഷ്യൻ ചക്രവർത്തി അന്നൊരു കാര്യം പുറപ്പെടുവിച്ച് ഇപ്രകാരം പറഞ്ഞു, എന്നെ ആരാധിക്കണം, ക്രിസ്ത്യാനികളെല്ലാം എന്നെ ആരാധിക്കണം, ആ ലോകത്തുള്ള ആൾക്കാരെല്ലാം എന്നെ ആരാധിക്കണം. ഇവൻ രാജാവായതുകൊണ്ട് ഇവൻ ഇങ്ങനൊരു ആജ്ഞ പുറപ്പെടുവിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാം മറ്റുള്ള ആൾക്കാരൊക്കെ ഇവനെ ആരാധിച്ചെങ്കിലും യോഹന്നാൻ അത് സാധിച്ചില്ല. രാജാവിനെ ആരാധിക്കുന്ന ഒന്നും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനം അല്ലാത്തതുകൊണ്ട് യേശുവിനെ മാത്രം ദൈവവും കർത്താവുമെന്ന് പറഞ്ഞിരുന്ന വിശ്വസ്തരായ ക്രിസ്ത്യാനികളും തമ്മിൽ നിശ്ചയമായി ഇവരാരും ദൈവത്തെ ആരാധിച്ചിരുന്നില്ല. കർത്താവ് ആണെന്ന് ഇവർക്കെല്ലാം അറിയാതുകൊണ്ട് ഇവരാരും ഈ ഡൊമേഷ്യനെ ആരാധിക്കാൻ കൂട്ടാക്കിയില്ല, അല്ലെങ്കിൽ തുനിഞ്ഞില്ല.
നമ്മളൊന്ന് വിശ്വസിക്കണം. നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണ്? നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നമ്മൾ ഏറ്റെടുക്കാൻ കഴിയും. ഒരു യോഹന്നാൻ, ഒരു ഡൊമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു യോഹന്നാനെ പത്മോസിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. പത്മോസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, ആമീൻ, സ്തോത്രം, ആമീൻ. ആ പത്മോസ് എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ ഒരു സ്ഥലമല്ല. പത്മോസ് എന്ന് പറയുന്നത് അവിടെ തലയോട്ടികളുണ്ട്. ഇതിനു മുൻപ് നാട് കടത്തപ്പെട്ടതായ അനേക സുവിശേഷകന്മാരുടെ തലയോട്ടികൾ, അല്ലെങ്കിൽ പാപം ചെയ്തു കാരാഗൃഹത്തിൽ നിന്ന് അടയ്ക്കപ്പെട്ടു പുറത്ത് കൊണ്ടുവന്നു അവിടെയൊക്കെയും കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്ന അനേക മനുഷ്യർ ചത്തുപോയ സ്ഥലങ്ങളാണ്. അവിടെ കഴുകന്മാരുണ്ട്, പിന്നെ അതുപോലെ തന്നെ മുതലേ ഉണ്ട്. അതൊരു ദ്വീപാണ്, ചെറിയൊരു ദ്വീപാണ്. പാമ്പുകളുണ്ട്, കടുവയുണ്ട്. ഇതൊക്കെ ഈ ഉള്ള സ്ഥലത്തേക്കാണ് ഈ യോഹന്നാനെ നാട് കടത്തപ്പെട്ടത്. ഒരു പത്മോസിൽ പോയെങ്കിൽ മാത്രമേ ഈ യോഹന്നാന് ദർശനം പ്രാപിച്ചെടുക്കാൻ കഴിയത്തുള്ളായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെളിപ്പാട് പ്രാപിച്ചെടുക്കാൻ കഴിയത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അറിയാതെ ആർക്കും ഒന്നും സംഭവിക്കത്തില്ല. എന്നാൽ യോഹന്നാനെ നാട് കടത്തി കഴിഞ്ഞപ്പോൾ ഈ ഡൊമേഷ്യൻ വിചാരിച്ചു, അവിടുത്തെ പ്രജകളെല്ലാം വിചാരിച്ചു, ഇനി അവൻ ഒരിക്കലും പുറത്തു വരത്തില്ല. അവനെ എപ്പോഴേ കാട്ടുമൃഗങ്ങൾ പിടിച്ച് കൊന്നു കാണും. ചീഞ്ഞഴുകിയ സ്ഥലത്താണ് വിട്ടിരിക്കുന്നത്. നാറ്റം വമിക്കാൻ കഴിയത്തില്ല, മനുഷ്യ ശരീരത്തിൻ്റെതായ നാറ്റം. അതുപോലെ ഒരുപാട് ദുർഗന്ധം പിടിച്ചതായി ആ ചെറിയ ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടവനായിരുന്നപ്പോൾ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യോഹന്നാൻ, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ആരെല്ലാം നമ്മളെ എതിർത്താലും, ആര് നമുക്ക് എതിർത്തായിട്ട് നമ്മുടെ മേലിൽ നോക്കിയിട്ട് നമ്മുടെ അടുക്കൽ ആരെങ്കിലും വിരൽ ചൂണ്ടിയാലും, നിൻ്റെ നേരെ എൻ്റെ നേരെ വിരൽ ചൂണ്ടിയാലും നമുക്കൊന്ന് പറയാൻ കഴിയണം, ഒരു പത്മോസിലായിരുന്നാലും ദർശനം പ്രാപിച്ചതായ യോഹന്നാൻ ദർശനം പ്രാപിച്ചെടുക്കും. എന്നാൽ അവൻ കണ്ടത് ഇപ്രകാരമാണ്. മനുഷ്യൻ കാണാനിടയായി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. ആരുടെയും ആശ്രയമില്ല, ഭവനത്തിലുള്ളവരില്ല, കൂട്ടുവിശ്വാസികളില്ല, ആരാധിക്കാൻ കൂടെ ആരുമില്ല, പ്രാർത്ഥിക്കാൻ ആരും കൂടെയില്ല. എന്നാൽ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇരുന്ന് രായെന്നില്ല പകലെന്നില്ലാതെ നാട് കടത്തപ്പെട്ടതായ മനുഷ്യനെ വെള്ളം കൊടുക്കാൻ ആരുമില്ല, വസ്ത്രം മാറുവാൻ ഒരു നിവർത്തിയില്ല. അടവൽ കടകലാതി, കക്ഷക്കടകല, സന്തൽ കടകലാതി. ഒരു തുള്ളി വെള്ളം കുടിക്കണമെന്ന് തോന്നിയപ്പോഴും വെള്ളം കൊടുക്കാൻ ആരുമില്ല, അവന് ആഹാരം കൊടുക്കാൻ ആരുമില്ല. ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥിച്ച സമയത്ത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ഇടവൽ കടകലാതി, കക്ഷക്കടകല, സന്തൽ കടകലാതി, എന്നോട് സംസാരിച്ച 12-ാം വാക്യത്തിൽ കാണുന്നു, എന്നോട് സംസാരിച്ച നാദമെന്ത് കാണുവാൻ. അപ്പോൾ ഈ സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ, അത് കാണാൻ കഴിയുമെന്നാണ് ഈ ദൈവവചനം വെളിപ്പെടുത്തുന്നത്. എന്ത് ചെയ്തെന്നറിയാമോ? യോഹന്നാൻ ഈ സംസാരിക്കുന്ന കേട്ടോണ്ട്, ഈ ശബ്ദം കേട്ടുകൊണ്ട്, ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ശബ്ദം എവിടുന്നാണെന്നറിയാൻ വേണ്ടി യോഹന്നാൻ തിരിഞ്ഞത് മാത്രമല്ല, യോഹന്നാൻ കർത്താവിന് മുമ്പിലും വീഴുവാനിടയായി. രാത്രികാലം നിങ്ങൾ തയ്യാറാണോ? ദൈവസ്ഥനിൽ വീഴുവാൻ തയ്യാറാണോ? ഡമനകടകൽ പ്രൗഢലാതി, കക്ഷക്കടകല, സന്തൽ പ്രൗഢലാതി, ജീവലകടകൽ പ്രൗഢലാതി, കക്ഷക്കടകല, സന്തൽ പ്രൗഢലാതി. നമ്മൾ ഓരോരുത്തരും ദൈവസ്ഥനിൽ വീഴുവാൻ തയ്യാറാണെങ്കിൽ, അന്തൽ കടകല, റീവൽ കടകലാതി, കരയുവാൻ തയ്യാറാണോ? താഴുവാൻ തയ്യാറാണോ? ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? അന്തൽ കടകലാതി, റീവൽ കടകലാതി. സ്നേഹിക്കേണ്ടവർ തള്ളിക്കളയുമ്പോൾ, കരുതേണ്ടവർ കരുതാതിരിക്കുമ്പോൾ, അന്തൽ കടകല, റീമന കടകലാതി, കക്ഷക്കടകലാതി. എന്നാൽ ഇതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയൊക്കെയും പറയുന്നുണ്ട്. യേശുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ, അത് 7 പുസ്തകമാണ്. ഈ എല്ലാം ഒത്തിരി സംഖ്യകൾ കാണുന്നുണ്ട്. 7 എന്നാണ് ഇവിടെ കാണുന്നത്. 7 നക്ഷത്രം വലം കൈ പിടിച്ചുകൊണ്ട് 7 നിലവിളക്കുടെ നടുവിൽ നിൽക്കുന്ന കർത്താവിനെയാണ് ഈ യോഹന്നാൻ കാണുന്നത്. അതായത് സഭയെ കയ്യെ പിടിച്ചിരിക്കുന്നു, വിശുദ്ധന്മാരെ കർത്താവ് കയ്യിലെടുത്തിരിക്കുന്നു. 7 പുസ്തകമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ യോഹന്നാൻ നേരത്തെ കർത്താവിനെ കണ്ടതാണ്. കർത്താവ് ആ സമയം 100% മനുഷ്യനും 100% ദൈവമായിരുന്നു. എങ്കിലും പിന്നെ കണ്ടത് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് യോഹന്നാൻ കാണുന്നത്. 12-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. എന്നോട് സംസാരിച്ച നാദമെന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത്. ഇപ്പോൾ നോക്കണം, കർത്താവ് യോഹന്നാൻ്റെ അടുക്കൽ കടന്നു വന്നിരിക്കുന്നത് മാറത്ത് പൊൻകച്ച കെട്ടിയാണ്, നിലയങ്കി. കർത്താവിൻ്റെ അങ്കിക്കായി അവർ ചീട്ടെടുത്ത് കർത്താവിൻ്റെ അങ്കി അവരെടുത്തുവെങ്കിലും കർത്താവ് വ്യത്യസ്തമായ ഒരു അങ്കിയുമായിട്ടാണ് അന്ന് ആ ദർശനം കണ്ടപ്പോൾ ആ മനുഷ്യന് കാണാനിടയായത്. നിലവിളക്കയുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനാവിനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും
കണ്ണഗ്നിജ്വാലയ്ക്ക്. ഒരിക്കലും ഈ യോഹന്നാൻ കർത്താവിനെ അങ്ങനെ കണ്ടിട്ടില്ല. കർത്താവിനെ ആ സമയത്ത് വ്യത്യസ്തമായ രീതിയിൽ കർത്താവിൻ്റെ തലമുടി ഭയങ്കര വെള്ളയായിട്ട് കാണുന്നു. ഉലയിൽ ചുട്ട് പഴുപ്പിച്ച വെള്ളോട്ടിന് സാദൃശ്യമായിട്ടാണ് കണ്ടത്. അതുപോലെ തന്നെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദം. നോക്കിക്കോണം, അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചേറി ഇരുവായുത്തല ഉള്ള വാൾ പുറപ്പെടുന്നു. അപ്പോൾ നോക്കിക്കോണേ, വ്യത്യസ്തമായ രീതിയിലാണ് ഈ യോഹന്നാൻ കർത്താവിനെ അന്നേരം കാണാനിടയായത്. ഡമനഘടകൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ദർശനം പ്രാപിക്കുകയാണ്. കഷ്ടതയുടെ നമ്മളൊരു പ്രതിസന്ധിയുടെ മധ്യത്തിലും പ്രശ്നത്തിൻ്റെ മധ്യത്തിലും ഞാനും നിങ്ങളും ദൈവസ്ഥനിലിരുന്ന് കരയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാണെങ്കിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ആത്മാവിലാവാൻ തയ്യാറാണോ? ആ യോഹന്നാൻ ആത്മാവിലായപ്പോൾ ആത്മവിവശതയിലാണ്. അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനും സ്വർഗത്തിൽ കടന്നിരുന്ന് ദൈവത്തിൻ്റെ ദർശനം പ്രാപിച്ചിട്ട് അവനെ മടങ്ങി ഭൂമിയിലേക്ക് കടന്നു വരുവാൻ. അഡമനഘടകൾ പ്രിയ ദൈവജനമേ, പ്രിയ എന്നെ കേൾക്കുന്നത് സഹോദരി സഹോദരന്മാരെ, അവൻ ഒരിക്കലും അടമലക്കട പത്മോസിൻ്റെ ദ്വീപിലല്ലായിരുന്നു, അവൻ സ്വർഗത്തിലായിരുന്നു. അവനെ കൊണ്ടെറിഞ്ഞ ആ സമയം മുതൽ അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കഷ്ടതയിൽ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിന്നയുടെ മധ്യത്തിൽ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ മരണമാണെന്ന് ഇനി അവൻ ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് ഡൊമേഷ്യനും അവൻ്റെ ആൾക്കാരും പറഞ്ഞുവെങ്കിലും അഡമനഘടകൾ പ്രബലരാതി അവൻ പ്രാർത്ഥനയിൽ ഉയരത്തിലേക്ക് കടന്നുപോയി. കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നുപോയപ്പോഴേ കർത്താവിനെ പൂർണ്ണ രൂപത്തിൽ അവൻ കാണുവാൻ കഴിഞ്ഞു. അതുപോലെ ഇന്നും രാത്രികാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? അഡമനഘടകൾ പ്രബലരാതി കടകല സന്തൽ പ്രബലരാതി ഏൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, ഹസ്തക്കടകലാതി ത്യാഗൻ മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ തയ്യാറാണെങ്കിൽ, സമയം ചിലവഴിക്കാൻ തയ്യാറാണെങ്കിൽ, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറാണെങ്കിൽ, ഞാനും നിങ്ങളും ദർശനം പ്രാപിച്ചെടുക്കുവാൻ അധികം സമയമൊന്നും വേണ്ട. സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ദൈവ സിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഒരു കർത്താവിനെ അവനെ കാണാനിടയായി. മാറത്ത് പൊൻകച്ചകട്ടയനായിട്ട് മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തനെ ഞാൻ കണ്ടു. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലായിരുന്നു. അവൻ ആ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ നമുക്കറിയാം, 1 മൈൽ അകലെ നിന്നാലും നമുക്ക് ആ ശബ്ദം കേൾക്കാം. അതേപോലെ ശബ്ദത്തിലാണ് കർത്താവിൻ്റെ ശബ്ദത്തെ അവന് രുചിച്ചറിയുവാൻ കഴിഞ്ഞത്. 4 നക്ഷത്രങ്ങൾ ആ പോലെ ശോഭിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാളുകളിൽ നമുക്ക് കടന്നു വരുവാൻ നമ്മൾ തയ്യാറാണോ? നമ്മൾ അതിനുവേണ്ടി ഒരുക്കപ്പെട്ട കൃത്യമായിട്ട് ദൈവസന്നിധിയിലായിരിക്കാൻ തയ്യാറാണോ? ഒരു കർത്തൃദിവസം വരണമെങ്കിൽ ഒരു ഡൊമേഷൻ ഉണ്ടായിരിക്കണം. ആ കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നതൊരു പുസ്തകത്തിൽ എഴുതുക. അപ്പോൾ ആത്മവിവശനായിട്ട് അവൻ സ്വർഗത്തിലേക്ക് കടന്നു പോയപ്പോഴേ അവനെ കർത്താവ് എഴുതുവാൻ പറയുവാണ്. അവനോട് പറയുകയാണ്, നീ എഴുതുവാൻ പറഞ്ഞു. അവൻ്റെ കയ്യിൽ പേനയില്ല, അവൻ്റെ കയ്യിൽ മഷിയില്ല. എങ്ങനെ എഴുതി? സ്വർഗം അവൻ എഴുതി കൊടുത്തു. നമ്മൾക്ക് ആദ്യം 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അവനത് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ചു. തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നവരും പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഒരിക്കലും യോഹന്നാൻ്റെ കൈപ്പടയിലല്ല ഇത് എഴുതിയിരിക്കുന്നത്, കർത്താവിൻ്റെ കൈപ്പടയിൽ എഴുതി. നമ്മൾ ആദ്യം വായിച്ചല്ലോ, വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് അവന് കൊടുത്തു. തൻ്റെ ദാസന്മാർക്ക് കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ചു. തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അപ്പോൾ ഇത് കർത്താവിൻ്റെ കൈപ്പടയിൽ തന്നെ എഴുതിയതാണ്. നമുക്ക് 1-ാം വാക്യത്തിലൊക്കെ വായിക്കാൻ കഴിയുന്നുണ്ട്. 1-ാം അധ്യായത്തിലെ 1-ഉം 2-ഉം വാക്യങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഒരിക്കലും യോഹന്നാൻ എഴുതിയതല്ല. ദർശനം കാണുന്ന ഒരു ദൈവ പൈതലിനോട് ഇന്ന് രാത്രികാലം എനിക്ക് പറയാനുള്ളത്, ഇടമനഘടകലാദികക്ഷകൾ നമ്മൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാണെങ്കിൽ, ദൈവസ്ഥലം നമ്മളെ താഴ്ത്തി കൊടുക്കുവാണെങ്കിൽ, അന്തൽക്കടകലാതി പത്മോസിൻ്റെ ജീവിതത്തിൽ കടന്നു പോകട്ടെ, പ്രയാസ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ കടന്നു പോകട്ടെ, യോർദാൻ്റെ നടുവിലേക്ക് കടന്നു പോകട്ടെ, ചെങ്കടലിലേക്ക് കടന്നു പോകട്ടെ. എവിടെയായിരുന്നാലും ദൈവിക ദർശനം പ്രാപിപ്പാൻ ദൈവം അത് എഴുതി തരിക തന്നെ ചെയ്യും. മോശയ്ക്ക് ദൈവം കൽപ്പലകയാൽ 40 രാവും 40 പകലും അടമനഘടകല സീനായി പർവ്വതത്തിലേക്ക് കയറിപ്പോയി ദൈവം മുഖമായിട്ട് മോശയോട് സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൈപ്പടയാൽ തന്നെയാണ് അത് എഴുതി കൊടുത്തത്. 10 കൽപ്പനകളെ
ഇന്ന് രാത്രി കാലം അടമനകടകലാതി ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണോ? വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാണോ? അന്തൽ കടകല റീമനകടകലാതി കക്ഷക്കടകല സന്തൽ കടകലാതി ജീവല കടകൽ പ്രബടലാതി കക്ഷക്കടകല സന്തൽ പ്രബടലാതി അക്ഷക്കടകല സന്തൽ കടകല റീവൽ കടകലാതി തളർന്നിരിക്കുന്നവനെയും കുഴഞ്ഞവനെയും എൻ്റെ കർത്താവ് അടൽ പ്രബടലാതി കക്ഷക്കടകല സന്തൽ കടകലാതി റീവൽ കടകലാതി പണിയുന്ന കർത്താവാണ്. അസ്തക്കടകല റീവല കടകലാതി നമ്മളെ നിവർത്തുന്ന കർത്താവാണ്. 7 നക്ഷത്രം പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു, ദർശനം കാണുവാൻ തയ്യാറാണോ? ഏറ്റെടുക്കാൻ തയ്യാറാണോ? വചനം വായിപ്പാൻ തയ്യാറാവുന്നുണ്ടോ? അതോ മുട്ടിന്മേലിരിപ്പാൻ തയ്യാറാവുന്നുണ്ടോ? കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഒരു പത്മോസിൻ്റെ അനുഭവം ജീവിതത്തിൽ കടന്നു വരട്ടെ. കാരാഗ്രഹത്തിൻ്റെതായ അനുഭവം ജീവിതത്തിൽ കടന്നു വരട്ടെ. കഷ്ടതയുടെ തീച്ചുള ജീവിതത്തിൽ കടന്നു വരട്ടെ. രോഗത്താലും പീഡയാലും ഭാരത്താലും പ്രയാസത്താലും കഷ്ടതയാലും ആരെങ്കിലും ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നെങ്കിൽ അവിടെ മനകടകലാതി നിന്ദകളാൽ പരിഹാസത്താൽ വെറി കൂത്തുകളാൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ അന്തൽ കടകല റീവൽ കടകലാതി ജീവിതത്തിൽ പത്മോസ് കടന്നു വരുമ്പോഴും അവിടെ പ്രാർത്ഥിച്ച് ദൈവത്തിന് ജയമെടുക്കുവാൻ തയ്യാറാണോ? പ്രാർത്ഥിച്ച് നേടിയെടുക്കുവാൻ തയ്യാറാണോ? അന്തൽ കടകല റീമന കടകൾ വിശ്വസിക്കാൻ തയ്യാറാണോ? ഏറ്റെടുക്കുവാൻ തയ്യാറാണോ? അന്തൽ കടകല റീവല കടകല ആരെല്ലാം നമ്മളെ എതിർത്ത് നിന്നാലും, കൂട്ടുകാർ നമ്മളെ നിന്ദിക്കട്ടെ, ഇടപൽ കടകലാതി പരിഹസിക്കട്ടെ, മാതാപിതാക്കൾ തള്ളിക്കളയട്ടെ, കുഞ്ഞുങ്ങൾ തള്ളിക്കളയട്ടെ, സഹോദരങ്ങൾ തള്ളിക്കളയട്ടെ, നിദ്രാഭാരം അനുഭവിക്കട്ടെ, കഷ്ടത അനുഭവിക്കട്ടെ. ആരെങ്കിലും ഉറക്കമില്ലാതെ ഇന്ന് രാത്രികാലം ദൈവസനിലായിരിക്കുന്നെങ്കിൽ ദൈവം ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് ഉറക്കത്തെ തരുവാൻ ശക്തനായ ദൈവം നിന്നോടും എന്നോടും കൂടെ ഇരുന്ന് ഇന്ന് രാത്രികാലം ദൈവം സംസാരിക്കുകയാണ്. അന്തൽ കടകല റീമന കടകലാതി അക്ഷക്കടകല സന്തൽ കടകലാതി അക്ഷക്കടകല സന്തൽ കടകലാതി അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ 17-ാം വാക്യം അവൻ്റെ കാൽക്കൽ വീണു. ഇന്ന് രാത്രികാലം കാൽക്കൽ വീഴാൻ തയ്യാറാണോ? നാം ഓരോരുത്തരും കാൽക്കൽ വീഴാൻ തയ്യാറാണോ? കാൽക്കൽ വീണാൽ അവൻ്റെ വലം കൈ നമ്മുടെ മേൽ വയ്ക്കുവാൻ കർത്താവ് റെഡിയാണ്. അന്തൽ കടകല റീമന കടകലാതി അക്ഷക്കടകല സന്തൽ പ്രബടലാതി കർത്താവിൻ്റെ വലം കൈ ഭയപ്പെടേണ്ട. ഇന്ന് രാത്രികാലം കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. യോഹന്നാൻ കർത്താവിൻ്റെ കാൽക്കലങ്ങ് വീണു. വെളിപ്പാടിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയ യോഹന്നാൻ കർത്താവിൻ്റെ കാൽക്കലേക്ക് വീണിട്ട് പറഞ്ഞു, ഊടവൽ കടകല ഉടലമാനത കടകൽ പ്രബടലാതി അക്ഷക്കടകല സന്തൽ കടകല റീവൽ കടകലാതി കർത്താവേ, ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. എൻ്റെ കർത്താവിനെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാണോ? അനുസരിക്കാൻ തയ്യാറാണോ? ഏറ്റെടുക്കാൻ തയ്യാറാണോ? എന്നിട്ട് മനകടകൽ പ്രബടലാതി കക്ഷക്കടകലാതി എന്നാലിതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്ന കർത്താവാണെന്ന് യോഹന്നാന് ദൈവം പ്രദർശിപ്പിച്ചു കൊടുക്കാനിടയായി. യോഹന്നാനോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. യോഹന്നാനോട് ദൈവം ഇടപെടാൻ തുടങ്ങി. യോഹന്നാൻ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കാഴ്ചകൾ കാണാനിടയായി. അവൻ പരിസരമൊന്നും കാണുവാൻ അവനിടയായില്ല. അവൻ പാമ്പുകളെയോ തേളുകളെയോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെയോ മുതലയോ അല്ലെങ്കിൽ അശുദ്ധമായതൊന്നും അവൻ കാണാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. സ്വർഗത്തിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ച് അടമൻ പത്മോസിന്നവനെ അടമൻ കടകലാതി ദൈവം പുറത്തു കൊണ്ടുവന്ന് ഇന്ന് പകൽക്കാലം നിങ്ങളെ പുറത്തു കൊണ്ടുപോരുവാൻ ദൈവം റെഡിയാണ്. ദൈവത്തിന് പ്ലാനുകളും പദ്ധതി ഉണ്ട്. ദൈവമക്കളെ, അടൽ പ്രബടലാതി മക്കളെ, എന്നെ കേൾക്കുന്ന മക്കളെ, അടൽ പ്രബടലാതി ദൈവം നിങ്ങൾ റെഡിയാണെങ്കിൽ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. കാരാഗ്രഹ ജീവിതം നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിൽ നിങ്ങൾ ജയിൽവാസം അനുഭവിക്കുന്നു. നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിൽ നിങ്ങൾ പിടിക്കപ്പെടുന്നു. നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് അടമന കടകൾ പ്രബടലാതി കക്ഷക്കടകലാതി നിന്നെ വിടക്ക് കണ്ണെണ്ണി അടൽ പ്രബടലാതി നിൻ്റെ മേൽ വിരള ചൂണ്ടുന്നു. ഇന്ന് രാത്രി കാലം ഏൽപ്പിച്ചു കൊടുക്കും. ഒരു കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിലാണെങ്കിൽ അന്തൽ കടകല റീമന കടകള വിടിപ്പാൻ ശക്തനായ ദൈവം നിന്നോട് കൂടെ കടന്നു വന്നിട്ടുണ്ട്. അന്തൽ കടകലാതി റീമന കടകൾ പ്രബടലാതി ആരുമില്ലാത്ത സ്ഥാനത്തേക്ക് നീ നാട് കടത്തപ്പെട്ടവനാണോ? നിന്നെ ഉപേക്ഷിച്ചതാണോ? മാതാപിതാക്കൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ? മക്കൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ? എങ്കിലും എന്തായാലും തന്നെ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? അനുസരിക്കാൻ തയ്യാറാണോ? നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വീഴുവാൻ തയ്യാറാണോ? അന്തൽ കടകല റീമന കടകൽ പ്രബടലാതി കക്ഷക്കടകലാതി. അപ്പോൾ യോഹന്നാനോട് കർത്താവ് 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലം കയ്യിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊന്നിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം സഭകളുടെ ദൂതന്മാരാണ്. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് പറഞ്ഞു. സഭകളുടെ ദൂതന്മാരെന്ന് പറഞ്ഞാൽ ദൈവദാസന്മാരെ കുറിച്ചാണത് പറയുന്നത്.
7 നിലവിളക്ക് 7 സഭകൾ. അപ്പം 7 നിലവിളക്ക് പിടിച്ചുകൊണ്ട് സഭയുടെ ദൂത കൊടുക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് നക്ഷത്രങ്ങളും സഭയെല്ലാം കരത്തിൽ പിടിച്ചിരിക്കുകയാണ്. ആ കരത്തിൽ അമർന്നൊരുങ്ങിയിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? കർത്താവിൻ്റെ കരത്തിൽ ഒതുങ്ങിയിരിക്കാൻ തയ്യാറാണോ? കർത്താവ് കരോ നീട്ടി ഇന്ന് രാത്രികാലം കടന്നു വന്നിട്ട് മകളേ എന്ന് വിളിക്കുന്ന ശബ്ദം, മകനേ എന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കുവാൻ തയ്യാറാണോ? അന്തൽ കടകല റീമനകടകൽ പ്രബടലാതി അക്ഷക്കടകല സന്തൽ പ്രബടലാതി അക്ഷക്കടകല സന്തൽ പ്രബടലാതി ഇവൾ കടകലാതി അക്ഷക്കടകല സന്തൽ പ്രബടലാതി ഇവൾ കടകലാതി അന്തൽ കടകലാതി. 7 സഭകൾക്ക് ദൂത് കൊടുക്കുന്നതും കർത്താവിൻ്റെ വരവിന് മുമ്പുള്ളത് കർത്താവ് വന്നതിന് ശേഷമായിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഒത്തിരി സംഖ്യകളായി പറഞ്ഞതായിട്ട് നമുക്ക് വായിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവഹിതപ്രകാരം ദൈവേഷ്ടപ്രകാരം നമുക്ക് ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ ആ സിംഹാസന ഉരുടനായ കർത്താവിനെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആ ദൈവശക്തി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അന്ത്യകാലത്തിൽ സകലയിടത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ഹൃദയമായിട്ട് ദൈവപാദവിടത്തിലായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവശബ്ദം പത്മോസിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ദൈവജനത്തേക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. മേളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വിളിക്കാം. എല്ലാ ദൈവജനത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ചെറിയൊരു പ്രബോധനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.